ഹലോ കുട്ടീസ്, ഇന്ന് നമ്മളൊരു പാത്രം കഴുകുന്ന ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലുള്ള കിറ്റാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ 250 രൂപയുള്ളൂ ഈ കിറ്റിന്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ 2 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു കല്ലുപ്പ് പോലത്തെ സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് കല്ലുപ്പ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഇളക്കുക. ഒരിക്കലും കൈ ഉപയോഗിച്ച് ആരും മിക്സ് ചെയ്യാൻ നിൽക്കരുത്, വടി ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. അമ്മ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ വടി പോലത്തെ സാധനം കൊണ്ടായിരുന്നു കേട്ടോ ഇളക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയൊരു ആവി പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ചെറിയൊരു ആസിഡ് പോലെയാണെന്ന്, അതുകൊണ്ടായിരിക്കും അവിടെ വടി യൂസ് ചെയ്ത് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 3 ലിറ്റർ വെള്ളമാണ്. അതിൽ നമ്മൾ ഈ ഒരു കറുത്തൊരു ലിക്വിഡ് ഉണ്ട്, ഇതൊരു ലിറ്ററിൻ്റെ ആണ് കേട്ടോ. ഈ വെള്ളത്തിനൊക്കെ കണക്കുണ്ട്, അതാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കുന്നതിലിരിക്കും ഇതിൻ്റെ ആ ഒരു കട്ടിയും പിന്നെ ഒരു പതയും ഒക്കെ. രണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്താലും പ്രശ്നമില്ല, നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു 3 മണിക്കൂർ വെക്കണം. 3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് തമ്മിൽ മിക്സ് ചെയ്യേണ്ടത്. അതായത് രണ്ടും ഒന്നാക്കി മാറ്റുക. ടോട്ടൽ 5 ലിറ്റർ ഉണ്ടാവും കേട്ടോ ഈ ഒരു ജെല്ല്. ഇനിയിപ്പോൾ ഇതൊരു ലിക്വിഡല്ല, ജെല്ലായി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വെള്ളപ്പൊടി പോലത്തെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ, ഈ സോപ്പ് പൊടി പോലത്തെ. അപ്പോൾ അത് ഇടുമ്പം തന്നെ ചെറിയൊരു പതയൊക്കെ വരാൻ തുടങ്ങി. ഞാൻ സോപ്പ് പൊടി പോലത്തെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഓരോന്നിനും ഓരോ പേരുണ്ടാവും. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു പതയൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ആ ഒരു കട്ടി ഉണ്ടല്ലോ, അത് മാറിയിട്ടേ ഇല്ല, നല്ല കട്ടിയും ഉണ്ട് പതയും ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുത്തു. ഒരു ഓറഞ്ച് കളറാണ്, ശരിക്കും യെല്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഇതിൽ പെർഫ്യൂം ഉണ്ടായിരുന്നു, ആ ഒരു ചെറിയ നാരങ്ങയുടെ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അതുപോലെ നല്ല കളറും വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി ഇത് ഓരോ ബോട്ടിലേക്ക് അമ്മ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് വാങ്ങിച്ചെല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല. സോപ്പ് കടയിൽ നിന്നാണ് അമ്മ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവരാണ് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓഫറിന് 1-2 വാങ്ങുന്നേക്കാൾ നല്ലത് ഇതുപോലെ കുറേ കുപ്പികളിൽ നിറച്ച് വെക്കുക. ഇതൊരു ശരിക്കും പറഞ്ഞാൽ 5 ലിറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ ഒരു കൊല്ലം വരെ എത്തുന്നതാണ് കണക്ക്. എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.